ഹായ് ഫ്രണ്ട്സ്, ഇലക്ഷൻ കമ്മീഷൻ്റെ SIR പ്രോഗ്രാം വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനുള്ള ഒരു പ്രത്യേക പരിപാടിയാണ്. നിലവിലുള്ള വോട്ടർ പട്ടികയിലെ കൃത്യത ഉറപ്പുവരുത്തുക, മരണപ്പെട്ടവരുടെയും താമസം മാറിയവരുടെയും പേരുകൾ നീക്കം ചെയ്യുക, കൂടാതെ അർഹരായ പുതിയ വോട്ടർമാരെ ചേർക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കരണങ്ങളെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് പേർക്ക് ആ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ നിന്ന് കാണാവുന്നതാണ്. കൂടാതെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ മുകളിലായിട്ട് കാണുന്ന ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം. ആ ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ SIR പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് SIR ഫോം പൂരിപ്പിച്ച് കൊടുത്തവർക്കെല്ലാം എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചവരുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ അതിനെല്ലാം ഉത്തരം നൽകുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുതിയ SIR പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പൂരിപ്പിച്ച് കൊടുത്ത അപേക്ഷ പ്രകാരം പുതിയ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് എങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എന്ന വീഡിയോയ്ക്ക് താഴെയായിട്ട് ഞാനൊരു ലിങ്ക് കൊടുത്തിരുന്നു. ആ ലിങ്ക് ഒറിജിനൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആണോ എന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു. അത് ശരിക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്കുള്ള ഒരു ലിങ്ക് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിനോടകം അത് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലരൊക്കെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നറിയുന്നതിനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്ക് നേരിട്ട് പോയി അവിടെ സെർച്ച് ചെയ്ത് നോക്കുകയുണ്ടായി. പക്ഷേ ഇവിടെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ നേരിട്ട് ചെന്ന് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്നറിയാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഉദാഹരണത്തിന് ഞാനിവിടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ വരുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഇങ്ങനൊരു വെബ്സൈറ്റിലേക്കാണ് നമ്മളിവിടെ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇത് എല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. എന്നാൽ തന്നെയും 1-2 ഓപ്ഷനുകൾ നമ്മുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഏറ്റവും മുകളിൽ തന്നെ സെർച്ച് യുവർ നെയിം ഇൻ ലാസ്റ്റ് SIR എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വിൻഡോയിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും വരിക. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആദ്യമേ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ജില്ല ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അസംബ്ലി നിയോജക മണ്ഡലം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ നിലവിലെ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ സെക്ഷൻ നമ്പർ, പിന്നെ പാർട്ട് സീരിയൽ നമ്പർ, ഇലക്ടർ ഫുൾ നെയിം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിലുള്ള എല്ലാ വോട്ടർമാരുടെയും പേര് നമ്മൾ ആ ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വേണം നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അത് ഒരുപാട് മെനക്കെട്ട് നമ്മൾ ഇരുന്നെങ്കിൽ മാത്രമേ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി നമ്മൾ നേരിട്ട് പോയി നമ്മുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് മെനക്കേടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ സമയം മെനക്കേടാകും. കേരളത്തിലുള്ള എല്ലാ വോട്ടർമാരുടെയും പേര് വിവരങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് നോക്കാവുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ മറ്റൊരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാവുന്നതാണ്. ആ ഒരു ലിങ്ക് വഴി കയറുകയാണെങ്കിൽ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ വരുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൂടാണ്ട് നമ്മുടെ വോട്ടർ ID കാർഡിലെ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ ഉപയോഗിച്ച് നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ മറ്റു വിവരങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വിവരങ്ങൾ അറിയാനായിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വിവരങ്ങൾ മാത്രമേ ഇവിടെ ഒരു ലിസ്റ്റിൽ വരികയുള്ളൂ. മറ്റേ കേരളത്തിലുള്ള ഉള്ള വോട്ടർമാരുടെ പേരോ വിവരങ്ങളോ ഒന്നും നമുക്കിവിടെ വരികയില്ല. അപ്പോൾ നമ്മുടെ വിവരങ്ങൾ മാത്രം നമുക്കിവിടെ റിസൾട്ടായിട്ട് ലഭിക്കുന്നതുകൊണ്ട് നമ്മൾ അധികം സെർച്ച് ചെയ്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് എങ്ങനെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം എന്നുള്ളത് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആ വീഡിയോയിൽ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നോട് ചോദിച്ച ഒരു സംശയം എന്ന് പറയുന്നത്, നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായിട്ട് അപേക്ഷ കൊടുത്തവരാണ്, ഇനി SIR ഫോം പൂരിപ്പിച്ച് കൊടുക്കണമോ എന്നാണ് എന്നോട് ചോദിച്ചത്. അതിനുള്ള ഉത്തരവെന്ന് പറയുന്നത്, പുതിയ നിയമപ്രകാരം SIR ഫോം നമ്മൾ പുതുതായിട്ട് പൂരിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. പഴയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായിട്ട് അപേക്ഷ കൊടുത്തവരും പുതിയ നിയമപ്രകാരമുള്ള SIR ഫോം പൂരിപ്പിച്ച് കൊടുക്കുക. SIR ഫോം പൂരിപ്പിച്ച് കൊടുക്കാൻ പറ്റാത്തവർ അടുത്ത അറിയിപ്പുണ്ടാകുമ്പോൾ SIR ഫോം പൂരിപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക.
അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.